ഗുഡ് മോർണിംഗ്. എല്ലാവരും സേഫ് ആണല്ലോ അല്ലേ? നമുക്ക് ഫസ്റ്റ് മൈക്രോ എക്കണോമിക്സിന്റെ ഫസ്റ്റ് യൂണിറ്റിന്റെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണ്, അതിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അസംഷൻസ് എന്തൊക്കെയാണ്, ഇവിടുത്തെ ഷേപ്പ് ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ദെൻ റേറ്റ് ഓഫ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ദാറ്റ് മീൻസ് ഇൻക്രീസിങ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് ഇല്ലേ? ഇനി പ്രോബ്ലംസും നമ്മൾ കവർ ചെയ്തു, സെൻട്രൽ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നൊക്കെ. അപ്പോൾ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുക? ഓരോ ഇക്കണോമിക് സിസ്റ്റംസും what are the different methods used by different economic systems to solve these basic problems എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്. ഓക്കെ, അതുപോലെ തന്നെ പോസിറ്റീവ് നോർമേറ്റീവ് അനാലിസിസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നാണ് നമുക്ക് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇക്കണോമിക് സിസ്റ്റംസ് ഉണ്ട് അല്ലേ? സിസ്റ്റംസിനെ ജനറലി നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, economic systems are generally classified into three. That classification is done on the basis of their features. അപ്പോൾ ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സിസ്റ്റംസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. വിച്ച് ആർ ദേ? ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ക്യാപിറ്റൽ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ക്യാപിറ്റലിസം എടുക്കുക. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമീസ് ആർ അതർവൈസ് നോൺ ആസ് മാർക്കറ്റ് ഇക്കോണമീസ്. ക്യാപിറ്റലിസത്തിനെ നമുക്ക് മാർക്കറ്റ് ഇക്കോണമി എന്നും കൺസിഡർ ചെയ്യാം. ഓക്കെ, what are the basic features or basic characters of capitalism? ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിന്റെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ ഈസ് ലേസി ഫെയർ പോളിസി. ഓക്കെ, ലേസി ഫെയർ പോളിസി മീൻസ് വാട്ട്? ആബ്സെൻസ് ഓഫ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ. Under laissez-faire policy, there is no government. Absence of government sector or government intervention is considered as what? Laissez-faire. So, capitalism aims at, or capitalism, in this capitalist system, there is no government intervention. So, the prime feature or most important feature of capitalism is what? Laissez-faire policy. Okay. Second one, under this system, resources are controlled by who are considered as owners of resources. അതായത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്, അതായത് ഇക്കോണമിയിലെ റിസോഴ്സസിനെ കൺട്രോൾ ചെയ്യുന്നതും അത് ഡിസൈഡ് ചെയ്യുന്നതും എന്താണ്? പോളിസി മേക്കിംഗ് എന്ന് പറയുന്നത് ഡിസിഷൻസ് ടേക്കൺ ബൈ ഹൂം എന്നുള്ളതാണ് ചോദ്യം. ആരായിരിക്കും? ഗവൺമെന്റ് ഇല്ലാത്തൊരു ഇക്കോണമിയിൽ ഈച്ച് ആൻഡ് എവറി ഡിസിഷൻസ് റിഗാർഡിംഗ് ദ വർക്കിംഗ് ഓഫ് ദി സിസ്റ്റം ആർ ടേക്കൺ ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, സോ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്, പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് റിസോഴ്സസ് ഈസ് ദി സെക്കൻഡ് ഫീച്ചർ ഓഫ് ക്യാപിറ്റലിസം. ഓക്കെ, and the third feature, private participation അല്ലെങ്കിൽ private ownership of resources എന്ന് പറയുമ്പോൾ definitely they aims at what? They aims at profit maximization. Okay, profit maximization നമുക്കറിയാം. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. So they aims at profit maximization or profit attainment of more and more of profit. Okay, so the third feature or characteristics of capitalist market or capitalist economy is what? Profit maximization or profit motive. Okay, then next one is what about private individuals ആണ്, private properties ആണ്, profit motive ആണെങ്കിൽ definitely they are in competitive nature അല്ലേ? ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പോൾ existence of competition is the next feature of this situation or this system. Okay, അപ്പോൾ കോമ്പറ്റീഷൻ ഉണ്ടാവും. അതുപോലെ എന്തൊക്കെയാണ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ലേസി ഫെയർ പോളിസി ആണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് റിസോഴ്സസ് ആണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. തേർഡ് വൺ പ്രോഫിറ്റ് മോട്ടീവ്. ഓക്കെ, പ്രോഫിറ്റ് ആയിരിക്കും എയിം വരിക. പ്രൊഡ്യൂസേഴ്സിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. And the fourth one is what? Through this profit maximization is attained through what? By making competition among them, among the producers. So fourth one is competition. Existence of competition among the firms. ഇതിനോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഓർക്കേണ്ടത് കൺസ്യൂമർ സോവറിനിറ്റി. So consumer sovereignty means consumers are considered as supreme, or consumers are considered as king under capitalist economy. Consumers are considered as supreme. They are considered as supreme power. They are the decision making powers എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ കൺസ്യൂമേഴ്സിനാണ് ഇമ്പോർട്ടൻസ്. കൺസ്യൂമേഴ്സിന്റെ ഡിസിഷൻ അനുസരിച്ച്, അവരുടെ ലക്ഷ്യങ്ങൾ അനുസരിച്ച്, അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ,
അപ്പം ഫീച്ചേഴ്സ് ഓർക്കുക. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ക്യാപിറ്റലിസത്തിന് എന്ത് മീനിങ് കൊടുക്കാം? Capitalism or a market economic system where resources are controlled, managed and owned by the private individuals. Okay? The capitalist economy പകരം നമ്മൾ എന്ത് ടേമാണ് പറഞ്ഞത്? മാർക്കറ്റ് ഇക്കോണമി അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള സിസ്റ്റമാണ് ക്യാപിറ്റലിസം. അപ്പൊ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ബയേഴ്സ് ഉണ്ടാവും, സെല്ലേഴ്സ് ഉണ്ടാവും. ബൈയിങ് ആൻഡ് സെല്ലിങ്. അപ്പം ബൈയിങ് എന്ന് പറയുമ്പോൾ ആരുടെ ഭാഗമാണ്? കൺസ്യൂമേഴ്സ് ആണ്. കൺസ്യൂമേഴ്സ് ആണ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുക. ബൈയിങ് ഓഫ് ഗുഡ്സ് ആർ മെയ്ഡ് ബൈ കൺസ്യൂമേഴ്സ്. സോ അത് എന്തുകൊണ്ടായിരിക്കും? അവിടുത്തെ മെയിൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഡിമാൻഡ് ആണ്. നമുക്ക് ഡിമാൻഡ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? ഗുഡ്സ് പർച്ചേസ് ചെയ്യുക, ബൈയിങ് ഓഫ് കമ്മോഡിറ്റീസ് നടക്കുക അല്ലേ? സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നതാണ് സെല്ലിംഗ് ഓഫ് കമ്മോഡിറ്റീസ്. സെല്ലിംഗ് ഈസ് മെയ്ഡ് ബൈ ഹൂം? പ്രൊഡ്യൂസേഴ്സ് ആണ്. അപ്പോൾ ഗുഡ്സ് ആർ സെല്ലിംഗ് ഓഫ് കമ്മോഡിറ്റീസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മെയ്ഡ് ബൈ പ്രൊഡ്യൂസേഴ്സ്. അതിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു മാർക്കറ്റിലെ പ്രധാനപ്പെട്ട രണ്ട് ഫോഴ്സസ് എന്ന് പറയുന്നത് ഡിമാൻഡും സപ്ലൈയുമാണ്. അപ്പൊ ഈ രണ്ട് ഫോഴ്സസിന്റെ ഇന്ററാക്ഷനിലൂടെ ആയിരിക്കും എന്ത് ഫിക്സ് ചെയ്യപ്പെടുക? ഒരു ഗുഡിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യപ്പെടുക. പ്രൈസ് മെക്കാനിസം നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് ഉണ്ടാവണം, അതിന്റെ സപ്ലൈ ഉണ്ടാവണം. ഈ രണ്ട് ഫോഴ്സസിന്റെയും ഇന്ററാക്ഷനിലൂടെ നമുക്ക് എന്ത് ഫിക്സ് ചെയ്യപ്പെടുന്നു? പ്രൈസ് ഫിക്സ് ചെയ്യപ്പെടുന്നു എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെ പ്രൈസ് മെക്കാനിസം അല്ലെങ്കിൽ പ്രൈസ് പോളിസിയും ക്യാപിറ്റലിസത്തിന്റെ ഒരു ഫീച്ചർ ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്താം, ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, സപ്പോസ് ഒരു പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തെന്ന് കരുതുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സൈമൾട്ടേനിയസ് ആയിട്ട് സപ്ലൈ ഇൻക്രീസ് ചെയ്തിട്ടില്ല എങ്കിൽ what happen? Definitely price of the commodity will increase. Okay, ഒരു പ്രോഡക്റ്റിന്റെ സപ്ലൈ കോൺസ്റ്റന്റ് ആക്കി നിർത്തി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അതെന്താവും? എന്ത് സിറ്റുവേഷൻ ആണ് ഉണ്ടാവുക? അതിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും അല്ലേ? അപ്പോ മാർക്കറ്റില് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞാൽ that gives a signal to whom? Producers. ഈ ഒരു ഇൻക്രീസിംഗ് പ്രൈസ് എന്ത് സിഗ്നൽ ആണ് പ്രൊഡ്യൂസേഴ്സിന് കൊടുക്കുക? ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുവാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം? ഇപ്പോ ഓൺലൈൻ ടീച്ചിങ്ങിന്റെ ഒക്കെ കാലമാണ് അല്ലേ? അപ്പൊ മൊബൈൽ ഫോൺ ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്ന് പറയുന്നത് മൊബൈൽ ഫോണിനാണ്. ഗവൺമെന്റ് ഇല്ലാത്ത ഒരു ഇക്കോണമിക് സിസ്റ്റം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക, അങ്ങനെ ചിന്തിക്കുക. ഇപ്പൊ മൊബൈൽ ഫോണിന്റെ ഡിമാൻഡ് കൂടുന്നു എന്ന് പറഞ്ഞാൽ, പബ്ലിക്കിന് കൂടുതൽ മൊബൈൽ ഫോൺ പ്രിഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും? ഡെഫിനറ്റ്ലി ദേ വിൽ ഇൻക്രീസ്. ഡിമാൻഡ് കൂടുന്ന അതേ സ്പോട്ടിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സപ്ലൈ കൂട്ടാനായിട്ട് കഴിയില്ല. ഇപ്പൊ ഡെഫിനറ്റ്ലി പ്രൈസ് എന്ത് ചെയ്യും? പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ ഇൻക്രീസിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് കീപ്പിംഗ് സപ്ലൈ കോൺസ്റ്റന്റ്. അപ്പോൾ ഇത് എന്താണ് സിഗ്നൽ ആയിട്ട് പ്രൊഡ്യൂസേഴ്സിന് കിട്ടിയിട്ടുണ്ടാവുക? പ്രൈസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ദേ സ്റ്റാർട്ട് ടു പ്രൊഡ്യൂസ് മോർ ആൻഡ്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിന് സിഗ്നൽ കിട്ടിയാൽ എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ? ദേ സ്റ്റാർട്ട് ടു പ്രൊഡ്യൂസ് മോർ ആൻഡ് മോർ ഓഫ് മൊബൈൽ ഫോൺസ് ആണ് അല്ലേ? ആ ഒരു മൊബൈൽ ഫോൺസിന്റെ പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളതായിരിക്കും പ്രൊഡ്യൂസേഴ്സ് ഡിസൈഡ് ചെയ്യുക. അപ്പോൾ മാർക്കറ്റിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡും സപ്ലൈയും ബേസ് ചെയ്തിട്ടാണ് എന്ത് ഫിക്സ് ചെയ്യുക? പ്രൈസ് ഫിക്സ് ചെയ്യുക. അപ്പൊ ഈ പ്രൈസ് സിസ്റ്റത്തിനനുസരിച്ചാണ് ഇക്കോണമിയിൽ, ക്യാപിറ്റൽ സിസ്റ്റത്തിൽ മാർക്കറ്റ് വർക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ പ്രൈസ് മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് എന്ത് സംഭവിക്കുക? ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ വാട്ട് ടു പ്രൊഡ്യൂസ്, അതായത് ഇക്കണോമിക് പ്രോബ്ലംസ് ആയിട്ടുള്ള വാട്ട് ടു പ്രൊഡ്യൂസ്, എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട്? പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്? മൊബൈൽ ഫോൺസിന്റെ പ്രൊഡക്ഷൻ കൂട്ടിയത് അല്ലേ? അപ്പൊ അവിടെയും ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഓർത്തോളാം, ഈ ഒബ്ജക്റ്റീവ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ടാണ് പ്രൊഡ്യൂസേഴ്സ് പ്രൊഡക്ഷൻ നടത്തുക. ഇപ്പൊ വാട്ട് ടു പ്രൊഡ്യൂസ്, ഇപ്പൊ നമ്മുടെ പ്രൈസ് സിഗ്നൽ കിട്ടി, മൊബൈൽ ഫോൺസ് കൂടുതൽ വേണം. ഹൗ ടു പ്രൊഡ്യൂസ്, അവിടെ ഏത് ടെക്നിക്ക് അപ്ലൈ ചെയ്യണം, അവിടെയും എന്തായിരിക്കും? മാർക്കറ്റിലെ ഫാക്ടേഴ്സിന്റെ റേറ്റ് അനുസരിച്ചിട്ടാവും, അതിന്റെ ഫാക്ടേഴ്സിന്റെ റിവാർഡിന്റെ റേറ്റ് അനുസരിച്ചിട്ടാവും പ്രൊഡ്യൂസേഴ്സ് ഫിക്സ് ചെയ്യുക. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയാണ്? whether the produced goods are to be distributed among low income or high income. ആർക്കിടയിൽ? ഇപ്പം ഹൈ ഇൻകം പീപ്പിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പ്രോഫിറ്റിന്റെ അളവ് കൂടുതലായിരിക്കും. ഒരിക്കലും അവർ വെൽഫെയർ ഒന്നും എയിം ചെയ്യുന്നില്ല. അപ്പോൾ ഈ തരത്തിലാവും പ്രൈസ് മെക്കാനിസത്തിലൂടെയാവും എന്ത് ചെയ്യുക? ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഇക്കോണമി സെൻട്രൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് സിസ്റ്റം ക്യാപിറ്റലിസം, അതിന്റെ ഫീച്ചേഴ്സ്, ഹൗ ദീസ് പ്രോബ്ലംസ് ആർ സോൾവ് എന്ന് നമ്മൾ ഓക്കെ ആണല്ലോ. സെക്കൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് സോഷ്യലിസം ആണ്. സോഷ്യലിസത്തിന് പകരം നമുക്ക് എന്ത് പേര് പറയാം?
കമാൻഡ് ഇക്കോണമി എന്ന് പറയാം, അല്ലെങ്കിൽ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ സോഷ്യലിസത്തിനെ നമുക്ക് കമാൻഡ് ഇക്കോണമിയോ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി. ഇപ്പൊ സോഷ്യലിസം എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിന്റെ നേരെ റിവേഴ്സ് ആയിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. എന്താണ് പ്രത്യേകത? ഒരു സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ there is what government intervention. Okay, that means resources are controlled or owned, controlled and managed by whom? Government. ഇപ്പം ഈ സിസ്റ്റത്തിൽ ഒരു കമാൻഡ് ഇക്കോണമിയിൽ അല്ലെങ്കിൽ ഒരു സോഷ്യലിസത്തിൽ സുപ്രീം പവർ എന്ന് പറയുന്നത് ഗവൺമെന്റ് ആയിരിക്കും, ഗവൺമെന്റ് ഇന്റർവെൻഷൻ. ഓക്കെ, അപ്പോ അതിന് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കാം? ഗവൺമെന്റ് ഓണർഷിപ്പ് ഓർ സ്റ്റേറ്റ് ഓണർഷിപ്പ് ഓഫ് റിസോഴ്സസ്. അതായത് റിസോഴ്സസിന്റെ എല്ലാം കൺട്രോളിംഗ് അതോറിറ്റീസ്, ഡിസിഷൻ മേക്കിംഗ് പവർ എന്ന് പറയുന്നത് ഇവിടെ സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ ആരായിരിക്കും? ഗവൺമെന്റ്. ദാറ്റ്സ് ദ ഫസ്റ്റ് ഫീച്ചർ, ഗവൺമെന്റ് ഓണർഷിപ്പ് ഓർ സ്റ്റേറ്റ് ഓണർഷിപ്പ് ഓഫ് റിസോഴ്സസ്. നോർമലി ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ വരുമ്പോൾ ഗവൺമെന്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ വെൽഫെയർ അല്ലെ. സൊസൈറ്റിയുടെ വെൽഫെയർ ആണ് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഗവൺമെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നോട്ട് ടു വോട്ട് പ്രോഫിറ്റിനല്ല, പകരം സൊസൈറ്റിയുടെ വെൽഫെയർ, സോഷ്യൽ വെൽഫെയർ. ഓക്കെ, സോഷ്യൽ വെൽഫെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പിന്നെ എന്താണ്, നമ്മൾ ക്യാപിറ്റലിസ്റ്റിൽ കണ്ടു കോമ്പറ്റീഷൻ ഉണ്ട് ഇല്ലേ. ഇവിടെ എന്ന് പറയുമ്പോൾ കോമ്പറ്റീഷൻ ഉണ്ടാവോ? ഇല്ല. അപ്പൊ ഇവിടെ ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ ആണ് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുക? ഫീച്ചർ ആയിട്ട്, അതായത് അടുത്തൊരു ഫീച്ചർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക. അപ്പൊ സോഷ്യലിസത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഓണർഷിപ്പ്, സ്റ്റേറ്റ് ഓണർഷിപ്പ് ഓഫ് റിസോഴ്സസ് ഓർ ഗവൺമെന്റ് ഓണർഷിപ്പ് ഓഫ് റിസോഴ്സസ്, then social welfare, next one absence of competition ഇല്ല. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ റിസോഴ്സസ് എല്ലാം ഓൺ ചെയ്യുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ എങ്ങനെയാണ് for attaining maximum welfare for the society, how goods are to be produced or what kind of goods are to be produced for attaining social welfare? Social welfare objective ആയതുകൊണ്ട് തന്നെ ഇവിടെ സെൻട്രൽ പ്രോബ്ലംസ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. what to produce, how to produce and for whom to produce ആണ്. അപ്പൊ ഈ പ്രോബ്ലംസ് എല്ലാം ഗവൺമെന്റ് ഡിസൈഡ് ചെയ്യുന്നത് എന്തിനനുസരിച്ചായിരിക്കും? എങ്ങനെയാണ് ഹൗ വെൽഫെയർ ക്യാൻ ബി അറ്റൈൻഡ്. അപ്പോൾ വെൽഫെയർ അറ്റൈൻ ചെയ്യണമെങ്കിൽ what kind of goods are to be produced, that is equal importance must be provided to all individuals in the society അല്ലേ. ഇക്വാലിറ്റി നമുക്ക് അറ്റൈൻ ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി ഗവൺമെന്റ് എന്താ ചെയ്യാം? ഗവൺമെന്റ് പ്രോപ്പർ അലോക്കേഷൻ ഓഫ് റിസോഴ്സസിന് വേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്യും? പ്ലാനിംഗ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. That means economic planning. So major problems like several problems are solved by the government or the socialist economy through what? Economic planning. Okay, അപ്പം ഇക്കണോമിക് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആസൂത്രണം, സാമ്പത്തികമായിട്ടുള്ള ആസൂത്രണമാണ്. That means നമ്മൾ പഠിച്ചിട്ടില്ലേ ഫസ്റ്റ് ഇയറിലെ ഇക്കണോമിക് പ്ലാനിംഗ് എന്താണെന്ന്? That's a deliberate action അല്ലേ. It's a deliberate action taken by whom? Taken by the government for what? For attaining certain predetermined goals. നമുക്ക് കുറച്ച് ലക്ഷ്യങ്ങൾ വേണം. ആ ലക്ഷ്യങ്ങൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടി how these resources are properly utilized or allocated എന്നുള്ളതാണ് നമ്മൾ പ്ലാനിംഗ് കൊണ്ട് മെയിൻ ചെയ്യുക അല്ലേ. അപ്പൊ ഈ പ്ലാനിങ്ങിലൂടെയാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുക? ഈ പ്രോബ്ലംസ്, അതായത് വാട്ട് ടു പ്രൊഡ്യൂസ്, നമുക്ക് സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടി ഏതൊക്കെ ഗുഡ്സ് ആണ് വേണ്ടുന്നത്? കൺസ്യൂമർ ഗുഡ്സ് ആണോ? പ്രൊഡ്യൂസേഴ്സ് ഗുഡ്സ് ആണോ? എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണോ? ഹോസ്പിറ്റൽസ് ആണോ? ഇത് ഏതാണോ വെൽഫെയർ അറ്റൈൻ ചെയ്യുക, അതിനനുസരിച്ചുള്ള ഗുഡ്സ് ഗവൺമെന്റ് ഡിസൈഡ് ചെയ്യും ത്രൂ വാട്ട്? ഇക്കണോമിക് പ്ലാനിങ്. ഓക്കെ, അപ്പോ സോഷ്യലിസത്തിന്റെ ഫീച്ചേഴ്സും ഒപ്പം അതിൽ എങ്ങനെയാണ് സെൻട്രൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കുക. ഓക്കെ, ആൻഡ് ദ തേർഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം ആണ്. മിക്സഡ് മീൻസ് വാട്ട്? കോമ്പിനേഷൻ, കോ എക്സിസ്റ്റൻസ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. അപ്പൊ മിക്സഡ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ദാറ്റ്സ് എ കോ എക്സിസ്റ്റൻസ് ഓഫ് പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ, or that's a combination of capitalism and socialism. ക്യാപിറ്റലിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ഒരു കമ്പൈൻഡ് ഫീച്ചർ ആയിട്ടാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുക. മിക്സഡ് ഇക്കണോമിക് സിസ്റ്റത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ എന്തായിരിക്കും? ക്യാപിറ്റലിസത്തിന്റെ ഫീച്ചേഴ്സും സോഷ്യലിസത്തിന്റെ ഫീച്ചേഴ്സും ഉൾപ്പെടുന്ന സിസ്റ്റമാണ് മിക്സഡ് ഇക്കോണമി. റിയൽ ലൈഫിൽ ഒരു പ്യൂർ ആയിട്ടൊരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയും ഇല്ല, സോഷ്യലിസ്റ്റ് ഇക്കോണമിയും ഇല്ല. എല്ലാ ഇക്കോണമീസും എന്താണ്? മിക്സഡ് ഇക്കോണമിയാണ്. ഇപ്പൊ മിക്സഡ് ഇക്കോണമിയിൽ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻസ്, പ്രയോറിറ്റി പബ്ലിക്കിനും പ്രൈവറ്റിനും ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലും that which leads towards capitalism. അതായത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ എന്താണ് 90s വരെ നമ്മൾ സോഷ്യലിസം പോളിസിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തതാണ് അല്ലേ. വെൽഫെയറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇപ്പൊ എന്താ ചെയ്യുക?
പ്രൈവറ്റൈസേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് എന്താ കൺസിഡർ ചെയ്യാൻ പറ്റുക? മിക്സഡ് ഇക്കോണമിയാണ്, ബട്ട് വിച്ച് ലീഡ്സ് ടുവേർഡ്സ് ക്യാപിറ്റലിസം എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ക്യാപിറ്റലിസത്തിൽ സെൻട്രൽ പ്രോബ്ലംസ് എങ്ങനെയാ സോൾവ് ചെയ്യുക? എന്താണ്? പ്രൈസ് മെക്കാനിസം അല്ലെ, അല്ലെങ്കിൽ മാർക്കറ്റ് മെക്കാനിസം ത്രൂ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. സോഷ്യലിസത്തിൽ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുക? ത്രൂ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഓർ ഇക്കണോമിക് പ്ലാനിങ്. അങ്ങനെയാണെങ്കിൽ മിക്സഡ് ഇക്കോണമിയിൽ എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യും? by these two forces, interaction of these two forces. ഏതൊക്കെ ഫോഴ്സസ് ആണ്? ത്രൂ പ്രൈസ് മെക്കാനിസം ആൻഡ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ. ഓക്കെ, അപ്പൊ ഈ മൂന്ന് സിസ്റ്റത്തിന്റെയും ഫീച്ചേഴ്സ് ഒന്ന് ഓർത്തിരിക്കുക. അതിൽ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതും ക്ലിയർ ആയിരിക്കും. നമുക്ക് ഇക്കണോമിക്സിൽ പല ടൈപ്പ് അനാലിസിസ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? നമുക്ക് പ്രധാനമായിട്ടും +2 കുട്ടികൾക്ക് നമുക്ക് പഠിക്കാനുള്ളത് പോസിറ്റീവ് അനാലിസിസ് എന്നും നോർമേറ്റീവ് അനാലിസിസ് ആണ്. അപ്പൊ എന്താണ് പോസിറ്റീവ് അനാലിസിസ്? പോസിറ്റീവ് അനാലിസിസ് മീൻസ് അനാലിസിസ് വിച്ച് ഡീൽസ് വിത്ത് ദ ക്വസ്റ്റ്യൻ വാട്ട് ഈസ്. ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ, ഒരു തിയറി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതെന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതെങ്ങനെയാണ് ഇക്കോണമിയിൽ ഫംഗ്ഷൻ ചെയ്യുക എന്നുള്ള തരത്തിലുള്ള അനാലിസിസ് ആണ് നമ്മൾ ഇതിൽ വരിക പോസിറ്റീവ് അനാലിസിസ്. സോ ഫോർ എക്സാമ്പിൾ നമുക്ക് GST എടുക്കാം. നമുക്കറിയാം GST എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് വരിക. അപ്പൊ അത് നമ്മുടെ ഇക്കോണമിയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് 2017ലാണ് അല്ലെ. 1 ജൂലൈ 2017 മുതൽ നമ്മൾ വാറ്റ് ഒക്കെ മാറ്റി GST വന്നിട്ടുണ്ട്. സപ്പോസ് GSTയുടെ മീനിങ് എന്താണ്? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് GST? ഹൗ ദിസ് GST ഫങ്ഷൻസ് ഇൻ അവർ ഇക്കോണമി എന്നാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അനാലിസിസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് കംസ് അണ്ടർ വാട്ട്? പോസിറ്റീവ് ഇക്കണോമിക്സ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അനാലിസിസ് which deals with the question what is the meaning of this particular mechanism and how this mechanism functions എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പോൾ GST ഇഫക്റ്റീവ് ആണോ, how far this GST is effective എന്നുള്ളത് അനാലിസിസ് ആണെങ്കിൽ അത് നല്ലതാണോ, നേരത്തെ ഉണ്ടായിരുന്ന സിസ്റ്റംസിനെക്കാളും, അതായത് ടാക്സ് പ്രൊസീജിയറിനെക്കാളും അല്ലെങ്കിൽ ടാക്സ് സിസ്റ്റത്തിനെക്കാളും ഇത് എത്രത്തോളം ഇഫക്റ്റീവ് ആണ്, അത് നല്ലതാണ് അല്ലെങ്കിൽ മോശമാണ്, അത് ആ തരത്തിലുള്ള എങ്ങനെയായിരിക്കണം GST എന്നുള്ളൊരു അനാലിസിസ് വരികയാണെങ്കിൽ അതിനെ നമ്മൾ നോർമേറ്റീവ് അനാലിസിസ് എന്ന് പറയാം. സോ നോർമേറ്റീവ് മീൻസ് ടൈപ്പ് ഓഫ് ഇതാണ് ടൈപ്പ് ഓഫ് അനാലിസിസ് വിച്ച് ഡീൽസ് വിത്ത് ദി ക്വസ്റ്റ്യൻ വാട്ട് ought to be. ഓക്കെ, എങ്ങനെയായിരിക്കണം ഒരു പെർട്ടിക്കുലർ മെക്കാനിസം ഓർ പെർട്ടിക്കുലർ സിസ്റ്റം എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണം, എങ്ങനെയായിരിക്കണം എന്നുള്ള തരത്തിലുള്ള അനാലിസിസിനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? നോർമേറ്റീവ് അനാലിസിസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് മീൻസ് റിലേറ്റഡ് വിത്ത് വാട്ട് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ആൻഡ് നോർമേറ്റീവ് വാട്ട് ought to be. അവിടെ പോസിറ്റീവിൽ എന്തില്ല? അതിന്റെ വാല്യൂ ജഡ്ജ്മെന്റ്സ് ഇല്ല. നമുക്ക് ജസ്റ്റ് എന്ത് മാത്രമേ ഉള്ളൂ? അതിന്റെ മീനിങ് ആണ് നമ്മൾ അനലൈസ് ചെയ്യാം അല്ലെ. അത് നല്ലതാണ് അല്ലെങ്കിൽ മോശമാണ്, അത് കുറച്ചുകൂടി ഇംപ്രൂവ് എന്നൊന്നും അനാലിസിസ് ചെയ്തിൽ വരില്ല, പോസിറ്റീവിൽ വരില്ല. നേരെ മറിച്ച് നോർമേറ്റീവിൽ there is value judgment. അവിടെ എന്തുണ്ടാവും? ആ കോൺസെപ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനെ കുറിച്ച്, ആ ഒരു ഫംഗ്ഷനെ കുറിച്ച് എല്ലാം പ്രോപ്പർ ആയിട്ടുള്ള അനാലിസിസ് ഉണ്ടാവും. അത് ഡിസൈറബിൾ ആണോ, ഇഫക്റ്റീവ് ആണോ, ഗുഡ് ആണോ എന്നൊക്കെയുള്ള തരത്തിലുള്ള അനാലിസിസ് ഉള്ളത് കൊണ്ട് തന്നെ they are considered as value judgment. There is value judgment involved normative analysis. Okay, അപ്പോൾ പോസിറ്റീവ് നോർമേറ്റീവ് അനാലിസിസ് തമ്മിലുള്ള കമ്പാരിസൺ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. ഒരു സ്റ്റേറ്റ്മെന്റ് തരുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് എന്ന് മെൻഷൻ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഏത് വേണമെങ്കിലും ആകാം. മോണിറ്ററി പോളിസി, അപ്പോൾ ഇപ്പൊ മോണിറ്ററി പോളിസി എന്താണ്, അതിന്റെ മെഷേഴ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുക എന്നാണെങ്കിൽ അത് പോസിറ്റീവ് ആണ്. നേരെ മറിച്ച് ഏതൊക്കെ പോളിസീസ് ഇഫക്റ്റീവ് ആണ്, ഇത് മോശം, അത് ഇഫക്റ്റീവ് അല്ല, ഇൻഇഫക്റ്റീവ് ആണ് എന്ന് നമ്മൾ അസസ് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് എന്തായിരിക്കും? നോർമേറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഈ തരത്തിലുള്ള അനാലിസിസ് ആണ് നമുക്ക് പോസിറ്റീവും നോർമേറ്റീവും. ആൻഡ് ദ ലാസ്റ്റ് വൺ നമ്മൾ മൈക്രോ എന്ന് പറയുമ്പോൾ മൈക്രോയുടെ മീനിങ് ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. എന്താണ്? സ്റ്റഡി അബൌട്ട് സ്മോൾ എന്നോ. അപ്പൊ മൈക്രോ ഇക്കണോമിക്സിൽ പ്രധാനമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്താണ്? ഗുഡ്സിന്റെയും സർവീസസിന്റെയും പ്രൈസ് ഡിറ്റർമിനേഷൻ ആണ്. അതായത് മൈക്രോ ഇക്കണോമിക്സ് മെയിൻലി ഡീൽസ് വിത്ത് വൺ ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എങ്ങനെയാണ്? നമുക്കറിയാം ഗുഡ്സിന്റെ ഒക്കെ പ്രൈസ് ഉണ്ട് അല്ലെ, ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല. ഇപ്പൊ ബുക്ക് മേടിക്കണം അല്ലെങ്കിൽ അരി മേടിക്കണം, ഏതൊരു പ്രോഡക്റ്റ്, ഫോർ ഈച്ച് ആൻഡ് എവറി പ്രോഡക്റ്റ് വി ഹാവ് ടു മേക്ക് പേയ്മെന്റ്, പ്രൈസ് കൊടുക്കേണ്ടി വരും.
അതുപോലെയാണ് സർവീസിന്. ഇപ്പോൾ എന്താണ്, ഒരു ബുക്കിന് 50 രൂപ, നോട്ട്ബുക്കിന് 50 രൂപ. എങ്ങനെയാണ് പ്രൈസ് ഓഫ് ദീസ് പെർട്ടിക്കുലർ ബുക്ക് ഈസ് ഫിക്സഡ് ഓർ ഡിറ്റർമിൻഡ് എന്നുള്ളതാണ് നമ്മൾ മൈക്രോ ഇക്കണോമിക്സിൽ ഡീൽ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഫാക്ടേഴ്സിന്റെ സർവീസസ് ആണ്. ദാറ്റ് മീൻസ് ലേബർ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ആണ് അല്ലേ, ബേസിക് ആയിട്ടുള്ള ഇൻപുട്സ് ആണ്. അപ്പൊ ഈ ഫാക്ടേഴ്സിന് കൊടുക്കുന്ന റിവാർഡ് നമുക്കറിയാം. എന്താണ്? റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്സ്. സപ്പോസ് എക്സാമ്പിൾ ഇപ്പൊ ഫാക്ടർ സർവീസ് ഏതെടുക്കാം? നമുക്ക് ലേബറിനെ എടുക്കാം. ഓക്കെ, ഒരു ലേബറിന് നമ്മൾ ഒരു ദിവസത്തെ വേജ് എന്ന് പറയുന്നത് 500 rupees ആണെന്ന് സങ്കല്പിക്കാം. അപ്പോൾ റിവാർഡ് ഫോർ ദിസ് ലേബർ എന്ന് പറയുന്നത് 500 rupees ആണ്, വേജസ് ആണ് അല്ലേ. അപ്പൊ ഈ വേജസ് 500 ആയിട്ട് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുക? വാട്ട് ആർ ദ ഫോഴ്സസ് ഓർ ഫാക്ടേഴ്സ് that determine or that influence the determination of what wages in this particular level? ഈ ഒരു പർട്ടിക്കുലർ വേജ് റേറ്റ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യപ്പെടുക? അതും ഏതിന്റെ അനാലിസിസിൽ വരും? മൈക്രോ ഇക്കണോമിക്സിൽ വരും. ജനറലി മൈക്രോ ഇക്കണോമിക്സ് ഡീൽസ് വിത്ത് വാട്ട്? ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഹൗ ദി പ്രൈസ് ഓഫ് ഗുഡ്സ് ആർ ഡിറ്റർമിൻഡ്, ഹൗ ദി പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് ആർ ഡിറ്റർമിൻഡ്. നോട്ട് ഓൺലി ലേബർ, ഈവൻ എന്താണ് റെന്റ് ആവാം, പ്രോഫിറ്റ് ആവാം, ഏത് ഫാക്ടർ പ്രൈസും എങ്ങനെ ഫിക്സ് ചെയ്യപ്പെടുന്നു, എന്തൊക്കെ ഫോഴ്സസ് ഉണ്ട്, എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട് എന്നുമാണ് പ്രധാനമായിട്ട് മൈക്രോയിൽ ഡീൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ മൈക്രോ ഇക്കണോമിക്സിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? പ്രൈസ് തിയറി എന്ന് പറയാം. ഓക്കെ, മൈക്രോ ഇക്കണോമിക് തിയറീസ് ആർ അതർവൈസ് ടേംഡ് ആസ് പ്രൈസ് തിയറി. ഓക്കെ അല്ലേ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പോർഷൻസ് നമുക്ക് അറിയാമല്ലോ. നമ്മൾ എന്തൊക്കെ നോക്കി? ഡെഫിനിഷൻസ് നോക്കി, മൈക്രോയുടെ മീനിങ് നോക്കി. ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് ഫാദർ ഓഫ് ഇക്കണോമിക്സ് ബേസ് ചെയ്തിട്ടാണ് അല്ലേ. ഫാദർ ഓഫ് ഇക്കണോമിക്സ് ആരാണെന്ന് ഓർത്തോളണം, എപ്പോഴും നമുക്ക് ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇപ്പോൾ ഡെഫിനിഷൻസ് എന്തൊക്കെയാണ്? 4 ഡെഫിനിഷൻസ് ആണ്. അതിന്റെ ഓതേഴ്സ് ഫേമസ് ആയിട്ടുള്ള പബ്ലിക്കേഷൻ, വർഷം എന്നൊക്കെ ഓർത്തിരിക്കുക. ദെൻ ഇക്കണോമിക് ആക്ടിവിറ്റീസ്, നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ട്. ദെൻ ഇക്കണോമിക് പ്രോബ്ലംസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രോബ്ലംസ്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ whom to produce. What to produce deals with allocation. How to produce, technique of production. For whom to produce, distribution of goods and services. Okay, അപ്പോൾ ഇതില് ഈ ഒരു പ്രോബ്ലംസിന് നമ്മൾ ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഉണ്ട് ത്രൂ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ ശ്രദ്ധിക്കേണ്ടത് വാട്ട് അബൌട്ട് ദ ഷേപ്പ്, അത് പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ ഓർക്കണം. ഏതൊക്കെയാണ്? എനി പോയിന്റ്സ് ഓൺ ദി പ്രൊഡക്ഷൻ പോസിബിലിറ്റി, ബിലോ ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ആൻഡ് അബോവ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഓക്കെ, അപ്പം ഈ പോയിന്റ്സ് ഒന്ന് കമ്പയർ ചെയ്യാൻ മിക്കപ്പോഴും ഉണ്ടാവും. അപ്പൊ അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? MOC നമുക്ക് കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ ആണ്, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ MOC കണ്ടുപിടിക്കാം. ദെൻ സൊല്യൂഷൻസ് ഉണ്ട്. ഇപ്പൊ സൊല്യൂഷൻസ് ടു സെൻട്രൽ പ്രോബ്ലംസ് ഉണ്ട്. ഈ 3 സിസ്റ്റംസും എന്തൊക്കെയാണ്, അതിന്റെ ഫീച്ചേഴ്സ്, ചിലപ്പോൾ ഫീച്ചേഴ്സ് ജനറലി തന്നിട്ടുണ്ടാവും. സ്യൂട്ടബിൾ ടൈറ്റിൽ കൊടുത്ത് അറേഞ്ച് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പറയും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും വളരെ എളുപ്പമായിട്ട്. ദെൻ ലാസ്റ്റ് വൺ പോസിറ്റീവ് ആൻഡ് നോമിനേറ്റീവ്. ഓക്കെ, ഇപ്പം ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് ഇവിടെ കഴിയാണ്. മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുക്കുക. അപ്പൊ മൈക്രോ ഇക്കണോമിക്സിന്റെ സെക്കൻഡ് യൂണിറ്റിന്റെ ഫസ്റ്റ് പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.